ഒപ്പുവെച്ച കരാർ അസാധുവാകുന്നില്ല. ആ കരാറിൽ നിന്ന് കേരളം പിന്മാറിയിരുന്നുവെങ്കിൽ കോടിക്കണക്കിന് ഡോളർ ലാവ്ലിന് നഷ്ടപരിഹാരമായി നൽകേണ്ട അവസ്ഥയിലെത്തുമായിരുന്നു കേരളം. പ്രാഥമികമായ ഈ ബോധം പോലും CBIക്ക് ഉണ്ടായതായി കാണുന്നില്ല. ക്യാൻസർ സെന്റർ മലബാറിൽ സ്ഥാപിക്കാൻ പിണറായി വിജയൻ പ്രത്യേക താൽപ്പര്യമെടുത്തു എന്നതാണ് CBIയുടെ 8ാമത്തെ കുറ്റാരോപണം. സംസ്ഥാനത്ത് പുതുതായി ആശുപത്രി തുടങ്ങുന്നുവെങ്കിൽ അത് എവിടെ ആയിരിക്കണമെന്ന് നിശ്ചയിക്കാൻ ക്യാബിനറ്റിനല്ല CBIക്കാണ് അധികാരമെന്ന് വരുമോ? ഇവിടെ ക്യാബിനറ്റാണ് തീരുമാനമെടുത്തത്. ക്യാബിനറ്റ് എന്ത് തീരുമാനമെടുക്കണം, എന്ത് തീരുമാനമെടുക്കരുത് എന്ന് പറയാൻ CBIക്ക് കഴിയുമോ? ആശുപത്രി എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്നൊക്കെ കൽപ്പിക്കാൻ ജനാധിപത്യത്തിൽ CBIക്കല്ല, ക്യാബിനറ്റിനാണ് അവകാശം. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ താൽപ്പര്യമെടുത്തുവെങ്കിൽ അത് എങ്ങനെ കുറ്റകൃത്യമാവും? തിരുവനന്തപുരത്ത് ക്യാൻസർ സെൻ്റർ ഉണ്ട്, മലബാറിൽ അതില്ല. വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് നിത്യേന നൂറുകണക്കിന് രോഗികൾക്ക് തിരുവനന്തപുരത്ത് വരേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ 2ാമത്തെ ക്യാൻസർ സെൻ്റർ തലശ്ശേരിയിലാകട്ടെ എന്ന് നിശ്ചയിച്ചു ക്യാബിനറ്റ്. അങ്ങനെ നിശ്ചയിക്കാൻ ക്യാബിനറ്റിന് അധികാരമില്ല എന്ന് CBI പറഞ്ഞാൽ CBIയുടെ ബുദ്ധിക്ക് അടിസ്ഥാനപരമായ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ക്യാൻസർ സെൻ്റർ ആരോഗ്യ വകുപ്പിന് കീഴിലാണ് വരേണ്ടതെന്നും അത് തൻ്റെ വൈദ്യുതി വകുപ്പിന് കീഴിലാക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചു എന്നുമാണ് CBI കണ്ടെത്തുന്ന 9ാമത്തെ കുറ്റം. വൈദ്യുതി വകുപ്പിൻ്റെ ഒരു പദ്ധതിക്കുള്ള പ്രത്യുപകാരമായിട്ടാണ് ഈ ആശുപത്രി വരുന്നത്. സ്വാഭാവികമായും അത് ആദ്യഘട്ടത്തിൽ വൈദ്യുതി വകുപ്പിൻ്റെ പരിഗണനയിലേ വരൂ. പിന്നീട് അത് വേണമെങ്കിൽ ആരോഗ്യ വകുപ്പിന് വിട്ടുകൊടുക്കാം. ആരോഗ്യ വകുപ്പിന് കീഴിൽ തുടക്കത്തിലെ പദ്ധതി വരണം എങ്കിൽ അത് ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിക്കുള്ള പ്രത്യുപകാരമായി വരുന്നതാവണം. ഇവിടെ അതല്ല നില. ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയേ വേണ്ടൂ. ലാവ്ലിൻ കരാർ പ്രകാരമുള്ള പണികളും മലബാർ ക്യാൻസർ സെൻ്റർ നിർമ്മാണവും ഒരുമിച്ച് പൂർത്തിയാക്കുക എന്ന വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു എന്നതാണ് CBI കണ്ടെത്തിയ 10ാമത്തെ കുറ്റം. ക്യാൻസർ സെൻ്ററിന് പണം ലഭിക്കാൻ അത് സംബന്ധിച്ച് 2 കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഒന്ന്, ക്യാൻസർ സെൻ്ററിൻ്റെ നിർമ്മാണ പുരോഗതി സംബന്ധിച്ച ഒരു അപ്രൈസൽ റിപ്പോർട്ട് ഓരോ 6 മാസത്തിലും അയക്കുക. 2, ഇത് സംബന്ധിച്ച് ഒപ്പുവെച്ച ധാരണാപത്രം കരാറാക്കുക. LDF ഗവൺമെൻറ് അധികാരത്തിലുണ്ടായിരുന്ന വേളയിൽ ഈ അപ്രൈസൽ റിപ്പോർട്ട് അയച്ചു. അത് വിലയിരുത്തി കാനഡയിൽ നിന്ന് ആദ്യ ഗഡുക്കൾ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 98 കോടിയുടെ ഗ്രാൻഡിൽ 12 കോടി കിട്ടിയത്. UDF ഗവൺമെൻറ് വന്ന ശേഷം കാനഡ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടും ഈ അപ്രൈസൽ റിപ്പോർട്ട് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഗഡുക്കൾ അവിടെ നിന്ന് കിട്ടിയതുമില്ല. ധാരണാപത്രം കരാറാക്കാനുള്ള നടപടിയുമായി LDF ഗവൺമെൻറ് മുമ്പോട്ട് പോയപ്പോഴാണ് പൊക്രാൻ ആണവ പരീക്ഷണം നടന്നത്. അതേ തുടർന്ന് ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര കരാറുകൾ എല്ലാം നീട്ടിവയ്ക്കപ്പെട്ടു. ഇതിനിടെ UDF ഭരണം വന്നു. അപ്പോഴേക്കും ഇന്ത്യക്കെതിരായ സാമ്പത്തിക ഉപരോധം നീങ്ങി. അപ്പോൾ ധാരണാപത്രം കരാറാക്കണമായിരുന്നു. അതിനുള്ള കരട് വൈദ്യുതി മന്ത്രിയായ കടവൂർ ശിവദാസൻ്റെ വേഷപ്പുറത്ത് ലാവ്ലിൻ തന്നെ എത്തിച്ചു. എന്നാൽ ശിവദാസൻ ഒപ്പിട്ടില്ല. അത് കരാറായില്ല. അങ്ങനെയാണ് ക്യാൻസർ സെൻ്ററിനുള്ള സഹായം അനുവദിക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ലാവ്ലിൻ ഒഴിവായത്. CBI ആകട്ടെ ഈ വീഴ്ചയിലേക്ക് കണ്ണോടിക്കുന്നതേയില്ല. ഇതുമാത്രമല്ല CBI കാണാൻ കൂട്ടാക്കാത്തത്. മലബാർ ക്യാൻസർ സെൻ്ററിനുള്ള ഗ്രാൻഡ് ഇങ്ങോട്ട് വാങ്ങിയെടുക്കേണ്ട ഘട്ടത്തിൽ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് പണം കിട്ടേണ്ട ഘട്ടത്തിൽ പദ്ധതി നവീകരണത്തിൻ്റെ പേരിൽ 103 കോടി രൂപ കടവൂർ ശിവദാസൻ മന്ത്രിയായിരിക്കെ ലാവ്ലിന് അങ്ങോട്ട് കൊടുത്തു. ഇങ്ങോട്ട് കിട്ടേണ്ട പണം എവിടെ എന്ന് ചോദിച്ചില്ല. ക്യാൻസർ സെൻ്ററിന് സഹായം ചെയ്യുന്നില്ലെങ്കിൽ തുക തരില്ല എന്ന് പറയാമായിരുന്നു. അതും ചെയ്തില്ല. എന്തുകൊണ്ട്? ഈ വീഴ്ച എന്തുകൊണ്ട്? CBI ഈ ചോദ്യം കടവൂർ ശിവദാസനോടാണ് ചോദിക്കേണ്ടത്. പക്ഷെ ചോദിക്കുന്നില്ല. LDF ഗവൺമെൻറ് അല്ല, UDF ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയത്. LDF സർക്കാരാണ് തലശ്ശേരിയിൽ 25 ഏക്കർ സ്ഥലം വിലയ്ക്കെടുത്ത് ക്യാൻസർ സെൻ്ററിൻ്റെ നിർമ്മാണം തുടങ്ങിവെച്ചത്. ആ മുൻകൈ മൂലമാണ് നൂറുകണക്കിന് രോഗികൾ നിത്യേന എത്തുന്ന ക്യാൻസർ സെൻ്റർ ഇന്ന് അവിടെ പ്രവർത്തിക്കുന്നത്. വൈദ്യുതി നിലയങ്ങളുടെ നവീകരണത്തിനായുള്ള കരാറിൻ്റെ ഭാഗമല്ല ക്യാൻസർ ആശുപത്രിക്കുള്ള സഹായം. ലാവ്ലിൻ സമാഹരിച്ച് തരാം എന്നേറ്റ സൗജന്യ വിദേശ സഹായമാണിത്. അവർ ആവശ്യപ്പെട്ടിട്ടും ധാരണാപത്രം കരാറാക്കാതെ തുക ലാപ്സാകാനും ആ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് ലാവ്ലിന് ഒഴിയാനും വഴിയൊരുക്കി കൊടുത്തത് UDF ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ്. ക്യാൻസർ സെൻ്ററിന് കിട്ടേണ്ടിയിരുന്ന 86 കോടി രൂപ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇതാണ് ഉത്തരം. ആരുടെയും പോക്കറ്റിലേക്ക് പോയതല്ല. ലാവ്ലിൻ UDF വീഴ്ച മൂലം തരാതിരുന്നതാണ്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായി അംഗീകരിച്ചില്ല എന്നതാണ് CBI പറയുന്ന 11ാമത്തെ കുറ്റം.
നേരത്തെ തന്നെ ഒപ്പുവെച്ച് പ്രാബല്യത്തിൽ വരുത്തിയ ഒരു കരാർ NHPCയുടെ അഭിപ്രായം പരിഗണിച്ച് പൊളിച്ചെഴുതാൻ കഴിയുമായിരുന്നില്ല. പൊളിച്ചാൽ നഷ്ടപരിഹാരം നൽകണം, അതിന് കഴിയുമായിരുന്നില്ല എന്ന് മാത്രമല്ല, NHPC ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതിൻ്റെ റിപ്പോർട്ട് ക്യാബിനറ്റ് തീരുമാനത്തിന് മേലെയാണോ? NHPC റിപ്പോർട്ട് എഴുതിയാൽ അത് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ക്യാബിനറ്റ് അംഗീകരിച്ചു കൊള്ളണം എന്നുണ്ടോ? ഇതിനപ്പുറം ശ്രദ്ധിക്കേണ്ടത് കേരള ഗവൺമെൻറ് NHPCയോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യം പരിശോധിക്കാനാണ്. UDF ഗവൺമെൻറ് ഒറിജിനൽ കരാർ പ്രകാരം നിശ്ചയിച്ച ലാവലിൻ്റെ യന്ത്രോപകരണങ്ങളുടെ വില അന്താരാഷ്ട്ര കമ്പോള വിലയ്ക്ക് മേലെയാണോ എന്ന കാര്യം. അല്ല എന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. അതുപ്രകാരം LDF ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയും ചെയ്തു. CBI ഇതും കാണുന്നില്ല. CBI കാണാൻ കൂട്ടാക്കാതിരുന്ന നിരവധി കാര്യങ്ങളുണ്ട്. പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ പദ്ധതി നവീകരിച്ചേ മതിയാവൂ എന്ന് കേന്ദ്ര വൈദ്യുത അതോറിറ്റി തന്നെ നിർദ്ദേശിച്ചിരുന്നു എന്നതാണ് ആദ്യത്തേത്. 40കളിൽ ആരംഭിച്ച പദ്ധതികളാണിവ. 3.5 പതിറ്റാണ്ടിൻ്റെ ആയുസ്സേ ഇവയ്ക്കുണ്ടായിരുന്നുള്ളൂ. ഫലപ്രദമായി അത് നവീകരിച്ചതുകൊണ്ടാണ് കേരളത്തിന് വൈദ്യുതി കൂടിയ തോതിൽ ഇന്നും അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇതാണ് രണ്ടാമത്തേത്. UDF ഒപ്പിട്ട കരാർ കേരളത്തിന് അനുകൂലമായ ഒരുപാട് മാറ്റത്തിന് വിധേയമാക്കി LDF ഗവൺമെൻറ് എന്നതാണ് അടുത്തത്. UDF നിശ്ചയിച്ചിരുന്ന കൺസൾട്ടൻസി ഫീ 24 കോടി, 17 കോടിയാക്കി അത് കുറപ്പിച്ചു. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട യന്ത്രസാമഗ്രികളുടെ വില UDF നിശ്ചയിച്ചിരുന്നത് 182 കോടി. ഇത് 149 കോടിയാക്കി കുറപ്പിച്ചു. ലാവലിൻ നിർദ്ദേശിച്ച പലിശ 7.81%. ഇത് 6.8% കുറപ്പിച്ചു. 45 കോടി ഗ്രാൻഡായി നൽകാമെന്നത് 98 കോടിയാക്കി വർദ്ധിപ്പിച്ചെടുത്തു. ഇതൊന്നും കാണാൻ CBIക്ക് കണ്ടില്ല. LDF ഗവൺമെൻറ് UDFൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കരാർ പോലും നേരിട്ട് ചർച്ച ചെയ്ത് ധാരണാപത്ര രീതിയിലൂടെ ഉറപ്പിച്ചിട്ടില്ല. പകരം എല്ലാം ആഗോള ടെൻഡർ വിളിച്ച് കരാർ കൊടുക്കുകയേ ചെയ്തിട്ടുള്ളൂ.